ഇതിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ക്ലാസ് 8-ലെ ചാപ്റ്റർ 1 ഫ്രാക്ഷൻസ് ഇൻ ഡിസ്ക്യൂ എന്ന് പറയണതിലെ ഫിഗർ ഇറ്റ് ഔട്ട് ആണ്. പേജ് നമ്പർ 12 മുതൽ 13 വരെയുള്ള പോർഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ മുകളിലത്തെ വീഡിയോസൊക്കെ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അതെല്ലാവരും വാച്ച് ചെയ്യുക. ഇനി ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. Estimate first before making any computation. To solve the following questions, try different methods including mental computation. Find the missing numbers. The first problem has been worked out. ഇതിൽ മിസ്സിംഗ് നമ്പേഴ്സ് കണ്ടുപിടിക്കുക. ഇവിടെ സെക്കൻഡ് ബിറ്റിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ട്, ഇപ്പറയും ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലെ മിസ്സിംഗ് നമ്പേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇത്. അതിൽ ഫസ്റ്റ് പോർഷൻ അവർ തന്നിട്ടുണ്ട്. ഫസ്റ്റ് പോർഷൻ തന്നേക്കണേൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. 100%. ഇവിടെയും 100% ആണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ കോളം ആദ്യമേ ഇതിനെ എത്ര ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഇത് കൗണ്ട് ചെയ്യുമ്പോൾ 1 2 3 4 5 പാർട്സ് ആണ് ഉള്ളത്. അപ്പോൾ നമ്മൾ 100%-നെ അല്ലെങ്കിൽ 100-നെ ഈക്വൽ ഡിവൈഡഡ് ബൈ 5 പാർട്സ് ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു പാർട്ട് എന്ന് പറയുന്നത് 20% ആയിരിക്കും. അപ്പോൾ ഇത് 20 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും വന്നത്? അടുത്ത 20 കൂടി വരുമ്പോൾ ഇത് 40% ആയി, പിന്നെ ഇത് 60% ആയി, ഇത് 80% ആയി, 100% ആയി. ഇനി ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള വാല്യൂ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് 80 പോർഷൻ ആണ് വന്നത്. അല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഒരു പോർഷന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് അത് ഇൻറ്റു 4, ഇവിടെ 1 2 3 4 അല്ലേ തന്നെ, ഇൻറ്റു 4 ചെയ്യും. അപ്പം ഇവിടെ 75 ആണ് തന്നിരിക്കുന്നത്. അപ്പം 1/5 ഇൻറ്റു 75, 1/5 ഇൻറ്റു 75 കിട്ടുമ്പോൾ നമുക്ക് 15 കിട്ടും. അത് ആദ്യത്തെ പോർഷനാണ് വരുന്നത്. നമുക്ക് ഇവിടം വരെയുള്ള ലെങ്ത് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 15 ഇൻറ്റു 4 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 60 കിട്ടും. ഒന്നുകിൽ അങ്ങനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഇവിടം മുതൽ ഇവിടം വരെ എന്നുള്ളത് നമുക്കിത് 20% ആണെന്നറിയാം. പിന്നത്തെ 40% ആണ്, പിന്നത്തെ 60% ആണ്, പിന്നത്തെ 80% ആണ്. അപ്പോൾ എന്ത് കണ്ടുപിടിച്ച് വെച്ചാൽ മതി? 80% ഓഫ് 75 എത്രയാണെന്ന് കണ്ടുപിടിച്ച് വെച്ചാൽ മതി. അപ്പോൾ 80% എന്ന് പറയുമ്പോൾ 80/100 ഇൻറ്റു 75. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 60 തന്നെയായിരിക്കും. ഇങ്ങനെയും വേണമെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാം. ഇനി അടുത്ത പോർഷൻ, ഇത് ആദ്യമേ എത്ര ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു നോക്കാം. 1 2 3 4 5 6 7 8 9 10 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ 1/10 ഇൻറ്റു 100% നോക്കുക. 100% എന്ന് പറയുമ്പോൾ എത്രയാണ് വന്നത്? ഒരു പോർഷൻ എന്ന് പറയുന്നത് 10 ആയിരിക്കും വന്നത്. അപ്പോൾ ഇത്രയും പാർട്ട് എന്ന് പറയുന്നത് 10 ആണ്. പിന്നെ വരുമ്പോൾ 20%, പിന്നെ വരുമ്പോൾ 30%, പിന്നെ 40, അങ്ങനെ 100% വരെ കിട്ടും. ഇവിടെയും കൗണ്ട് ചെയ്യാം. കൗണ്ട് ചെയ്യുമ്പോൾ നമുക്കിടെ ഈ ആരോ മാർക്ക് ലാസ്റ്റ് എവിടെ വരെ പോകുന്നുണ്ടെന്ന് നോക്കാം. അപ്പൊ ആദ്യത്തെ കോളം കൗണ്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് കോളം മുതൽ കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കാം? 60% കണ്ടുപിടിക്കുക. ആർക്കടെ 60%? ഇവിടെ കൊടുത്തിരിക്കുന്ന വാല്യൂ കൊടുക്കുക. 90 ആണ് പറഞ്ഞിരിക്കുന്നത്. ഇൻറ്റു 90 ചെയ്യുക. ഇവിടുത്തെ 0 കട്ട് ചെയ്യുക, ഇവിടുത്തെ 0 കട്ട് ചെയ്യുക, ഈ 0യും കട്ട് ചെയ്യുക. ഇനി നമ്മൾ എന്ത് ചെയ്ത് വെച്ചാൽ മതി? 6 ഇൻറ്റു 9 ചെയ്ത് വെച്ചാൽ മതി. 6 ഇൻറ്റു 9 എന്ന് പറയുമ്പോൾ 54. അപ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള വാല്യൂ എന്ന് പറയുന്നത് 54 ആയിരിക്കും. ഇനി തേർഡ് ക്വസ്റ്റ്യനിൽ ഇതിന് എത്ര ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. 1 2 3 4. അപ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? 100%-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു പാർട്ട് എന്ന് പറയുന്നത് 25% ആണ് കിട്ടും. അപ്പോൾ ഇവിടുത്തെ പെർസെൻറ്റേജ് 25 ആണ്. പിന്നത്തെ 50 വരും, പിന്നത്തെ 75 വരും, പിന്നത്തെ 100 വരും. ഇനി ഇവിടെ നോക്കിക്കേ, കൗണ്ട് ചെയ്യുക. 1 2 3 ആണ് വരുന്നത്. 3 വരെ 75% ആണ് വന്നത്. 75% ഓഫ് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? 140 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 75 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 140. ഈ 0യും ക്യാൻസൽ ചെയ്യുക. എന്നിട്ട് 75-നെ 14-ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് 10-ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എത്രയാന്ന് കിട്ടും? 105 ആണ് കിട്ടും. ഇനി അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ അകത്ത് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ ഫോളോയിങ് ആൻഡ് ഓൾസോ ഡ്രോ ദർ ബാർ മോഡൽസ്. ഇതിന്റെ വാല്യൂവും കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ ബാർ മോഡലും കണ്ടുപിടിക്കണം. അടുത്ത പെർസെൻറ്റേജ് എന്ന് പറയുന്നത്
25% ഓഫ് 160 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ സാധാ കാൽക്കുലേഷൻ ചെയ്യുന്ന അതിരി തന്നെ 25/160 കണ്ടുപിടിക്കാം. 25% എന്ന് പറയുമ്പോൾ 25/100 ഇൻറ്റു 160. അപ്പൊ ഇതിലെ 0 ക്യാൻസൽ ചെയ്തു. ഇനി 25 ആദ്യം 25നെ 60 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ഡിവൈഡഡ് ബൈ 10 ചെയ്യുക. അപ്പൊ നമുക്ക് 40 ആണ് കിട്ടും. അപ്പൊ ഇതില് നമ്മൾ എന്ത് ചെയ്യുക, ബാർ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബാർ വരയ്ക്കാൻ പറയുമ്പോൾ മൊത്തം 100% ആണ് വന്നത്. 100%ൽ ആദ്യത്തെ ഇതിനെ 4 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചാൽ മതി, കാരണം 25% ആണ് തന്നെ. അപ്പൊ ആദ്യത്തെ 25%, പിന്നത്തെ 50%, പിന്നത്തെ 75, പിന്നത്തെ 100 ആയിരിക്കും വന്നത്. ഇതില് 25% എന്ന് പറയുമ്പോൾ ഈ ആദ്യത്തെ ഇത്രയും പോർഷൻ ആണ് 25% ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് 16% ഓഫ് 250. 16% ഓഫ് 250 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം, 16നെ 100 ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 250 ചെയ്യുക. അപ്പോൾ 0 കട്ട് ചെയ്യുക. 25ലും 10ലും കട്ട് ചെയ്യുമ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് 5, ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 വരും. പിന്നെ ഇതിനെ 16നെയും 2നെയും കട്ട് ചെയ്യുമ്പോൾ 8 കിട്ടും. 8 × 5 എന്ന് പറയുന്നത് 40 ആണ് കിട്ടും. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യാം, 10 ഈക്വൽ പാർട്സ് ആക്കി കട്ട് ചെയ്യാം. 10 ഇവിടെ കൗണ്ട് ചെയ്യാം. എളുപ്പത്തിന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ 10 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്താലും മതി. 1 2 3 4 5 6 7 8 9 10. ഇനി ഇത് മൊത്തം അപ്പം എത്രയായി, 100% ആയി. ഇനി നമുക്കിടെ അടുത്ത് 16% എന്ന് പറഞ്ഞേക്കണം. 16% എന്ന് പറയുമ്പോൾ ആദ്യത്തെ 10% ആണ്, പിന്നത്തെ വരുമ്പോൾ 20% ആണ്. 20യുടെയും 10ന്റെയും ഇടയ്ക്ക് 15%. അപ്പൊ 15ന്റെ തൊട്ട് കുറച്ച് അപ്പുറത്തേക്ക് മാറിയിട്ട്, അപ്പൊ അത്രയെന്ന് പറയണായിരിക്കും നമുക്കിടെ 16%. അപ്പൊ ഇത്രയും പോർഷനെയാണ് നമ്മൾ 16% എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യണം. 16% എന്ന് പറയുമ്പോൾ 40 ആയിട്ട് ആൻസർ കിട്ടും. ഇനി അടുത്തത് 62% ഓഫ് 360. ഇതുപോലെ 62/100 ചെയ്യുക. ഈ 0യും വെട്ടുക. അത് കഴിഞ്ഞിട്ട് 62 × 36 ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 10 ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടുന്നത് 223.2 ആണ്. അപ്പൊ ടോട്ടൽ 100% ആണ് വന്നത്. ഇതിൽ 62% എന്ന് പറയുമ്പോൾ നമ്മൾ കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. ഇനി ഇതിൽ 62 എന്ന് പറയുമ്പോൾ 60 കഴിഞ്ഞിട്ടാ, 6 റോ കഴിഞ്ഞിട്ട് നോക്കുക. 1 2 6 കോളം നോക്കുക. 1 2 3 4 5 6. 62 എന്ന് പറയുമ്പോൾ ഇതിനോട് തൊട്ട് ചേർന്ന് 60 കഴിഞ്ഞ അപ്പം തന്നെ ആയിട്ടായിരിക്കും 62 തന്നെ. അപ്പൊ ഇത്രയും പോർഷൻ ആയിരിക്കും വരുന്നത്. ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള പോർഷൻ ആയിരിക്കും 62% എന്ന് പറഞ്ഞു വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വന്നത് 140% ഓഫ് 40. ഈ 140% ഓഫ് 40 എന്ന് പറയുമ്പോൾ നമ്മൾ ടോട്ടൽ 100 വരച്ചതിന് ശേഷം ഒരു 14 കൂടി എക്സ്ട്രാ വരയ്ക്കണം. ഇത് കഴിഞ്ഞിട്ട് ഒരു പോർഷനും കൂടി വരയ്ക്കണം. ഈ അടുത്ത പോർഷൻ എന്ന് പറയുമ്പോഴാണ് അവിടെയാണ് 140 വരുന്നത്. അപ്പൊ ആദ്യം 100% ഇവിടെ മുതൽ ഇവിടെ വരെ വരയ്ക്കുക. അപ്പൊ അതില് 140 എന്ന് പറയുമ്പോൾ 14 ലൈൻസ്, ആദ്യത്തെ 10% കൺസിഡർ ചെയ്യുക. അപ്പൊ ഇവിടെയാണ് നമ്മൾ 140 കൺസിഡർ ചെയ്യുന്നെങ്കിൽ ഇത് ഫുള്ള് എത്രയായിരിക്കും വന്നത്, 140 ആയിട്ടായിരിക്കും വന്നത്. അപ്പം 1 2 3 4 5 6 7 8 9 10 11 12 അങ്ങനെ നമ്മൾ 14 വരെയുള്ള ലൈൻസ് വരയ്ക്കണം. എന്നാലേ നമുക്ക് ഇതിൻ്റെ അകത്ത് ആൻസർ കിട്ടും. ആദ്യത്തെ പോർഷനിൽ നമ്മളിപ്പോൾ ലൈൻ വരയ്ക്കുവാണെങ്കിൽ കൗണ്ട് ചെയ്തിട്ട് വരയ്ക്കാം. 1 2 3 4 5 6 7 8 9 10. അപ്പൊ ഇവിടെ മുതൽ ഇവിടെ വരെ എന്ന് പറയുമ്പോൾ എത്രയായി, 100% ആയി. ഇനി 4 more lines. 1 2 3 4 ഇത്രയും മതി. ഇതിൽ 140 എന്ന് പറയുമ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെയാണ് 40%. ഇവിടെ വരുമ്പോൾ 100. അപ്പൊ ടോട്ടൽ 140 ആയി. അപ്പൊ നമ്മൾ ഷെയ്ഡ് ചെയ്യേണ്ട പോർഷൻ എന്ന് പറയുന്നത് ഇത് ഫുള്ള് ഷെയ്ഡ് ചെയ്യണം, എന്നാലേ നമുക്ക് 140% കിട്ടുള്ളൂ. ഇനി 1% ഓഫ് 1 അവർ എന്ന് പറയുമ്പോൾ 1% 1 അവർ നമ്മൾ ഇതിലേക്ക് മാറ്റുക, 60 മിനിറ്റിലേക്ക് മാറ്റുക. 60 മിനിറ്റ് എന്ന് പറയുന്നതിനെ വീണ്ടും സെക്കൻഡിലേക്ക് മാറ്റുമ്പോൾ 60 × 60 ചെയ്യുക. ഒരു മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് ആണ്. 1 അവർ 60 മിനിറ്റ്. ഇനി ഇത് സെക്കൻഡിലേക്ക് മാറ്റാൻ 60 × 60 ചെയ്യുക. അപ്പൊ 3600 കിട്ടും. ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 36 സെക്കൻഡ് എന്ന് കിട്ടും. അപ്പൊ നമ്മൾ ഇതിന്റെ ബാർ വരയ്ക്കാൻ നേരത്തെ ഇതുപോലെ തന്നെ എത്ര എണ്ണം വരയ്ക്കുക, 100%ന്റെ വരയ്ക്കുക. 1 2 3 4 5 6 7 8
9, 10. അപ്പോൾ ടോട്ടൽ 100%. ഇതിലെ 1% എന്ന് പറയുമ്പോൾ അത് ഇതിനോട് തൊട്ട് ചേർന്ന് തന്നെ ഇത്രയും പെർസെൻറ്റേജ്, ഇത്രയും പോർഷനേ ഉണ്ടാവുള്ളൂ 1%. 7% ഓഫ് 100 kg എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ ടോട്ടൽ 10 വരയ്ക്കുക. അതിൽ 7 എന്ന് പറയുമ്പോൾ ഇവിടെ മുതൽ ഇവിടം വരെ എന്ന് പറയുന്നത് 10% ആണ്. അപ്പോൾ 10%ന് തൊട്ട് മുന്നേ ആയിട്ടായിരിക്കും 7%. അപ്പോൾ ഇത്രയും പോർഷൻ ആയിരിക്കും 7% എന്ന് പറയുന്നത്. അപ്പോൾ ഈ 0 വിട്ടു, എന്നിട്ട് 7/10 എന്ന് പറയുമ്പോൾ 0.7 എഴുതുക. ഇനി അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ. Surya made 60 ml of deep orange paint. How much red paint did he use if red paint made up 3/4 of the deep orange made? സൂര്യ ടോട്ടൽ 60 ml ആണ് ഉപയോഗിച്ചേക്കണത്. അതിൻ്റെ അകത്ത് റെഡ് പെയിന്റ് എന്ന് പറയണ എന്തോരം റെഡ് പെയിന്റ് ഉപയോഗിക്കണം. If red paint made up 3/4 of deep orange paint, 3/4 ആണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പൊ ടോട്ടൽ ഓറഞ്ചിന്റെ ഇതെന്ന് പറയുന്നത് 60 ml ആണ്. അതിൽ 3/4 ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തോ ഒരു റെഡ് പെയിന്റ് ആണ് ഉപയോഗിച്ചതെന്ന് കണ്ടുപിടിക്കാൻ 3 ഭാഗം എന്ന് പറയണ അതിൽ 3/4 ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 60 × 3 ചെയ്യുക, അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം നമുക്ക് 45 ml എന്നുണ്ട്. അതിൽ 45 ml എന്ത് തന്നെയാണ് ഉപയോഗിച്ചേക്കണത്, റെഡ് പെയിന്റ് ആണ് ഉപയോഗിച്ചേക്കണത്. ബാക്കി ഒരു 15 ml മാത്രമാണ് ഓറഞ്ചിന്റെ ഇത് കളറായിട്ട് വന്നത്. ഇനി അടുത്തത്, പെയർ ഓഫ് ദ ക്വാണ്ടിറ്റീസ് ആർ ഷോൺ ബിലോ. ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ദ അപ്രോപ്രിയേറ്റ് സിമ്പിൾ ഗ്രേറ്റർ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ ദ ബോക്സസ്. വിഷ്വലൈസിംഗ് ഓർ എസ്റ്റിമേറ്റിംഗ് ക്യാൻ ഹെൽപ്പ് കമ്പ്യൂട്ട് ഓൺലി ഇഫ് നെസസറി ഓർ ഫോർ വെരിഫിക്കേഷൻ. നമുക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം കണ്ടുപിടിച്ച് വെച്ചാൽ എന്താ വെരിഫിക്കേഷൻ ഉപയോഗിച്ച് വെച്ചാൽ അത്, അല്ലെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ അത് മനസ്സിലാവും. 50% ഓഫ് 510, 50% ഓഫ് 550. ഇവിടെ 50% രണ്ടിലും സെയിം ആണ് വന്നേക്കണേ. രണ്ടിലും പെർസെൻറ്റേജ് സെയിം ആണ് വന്നെങ്കിൽ നമ്മൾ നമ്പേഴ്സ് നോക്കി വെച്ചാൽ മതി. 510 ആണോ 515 ആണോ ലാർജർ എന്ന് നോക്കുക. അതിൽ 515 ആണ് ലാർജർ വരുന്നത്. അപ്പോൾ ഇവിടെ ആരായിരിക്കും വന്നത്, എങ്ങോട്ടേക്കാണോ തുറന്നിരിക്കണം അവരായിരിക്കും വലിയത്. അപ്പോൾ ഓപ്പൺ സൈഡ് എന്ന് പറയുന്നത് 550യുടെ അങ്ങോട്ടേക്ക് വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇത് വലിയതാന്ന് പറഞ്ഞു കിട്ടും. അടുത്തത് നോക്കുമ്പോൾ 37% ഓഫ് 148 ആൻഡ് 73% ഓഫ് 148. ഇവിടെയും 148 ആണ്. പക്ഷെ ഇവിടെ 37%ഉം ഇവിടെ 73%ഉം ആയിരിക്കും. അപ്പൊ എന്തായാലും 73 അല്ലേ വലിയ നമ്പർ. അപ്പൊ ഇവിടെയും ഇത് തന്നെയായിരിക്കും വലിയത്. ഇനി അടുത്തത് 29% ഓഫ് 43 ആണോ, അതുപോലെ തന്നെ 92% ഓഫ് 110 ആണോ വലിയത്. ഇതിന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. 29% ഓഫ് 43 എന്ന് പറയുമ്പോൾ 29/100 × 43. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 12.47 ആണ് കിട്ടുന്നത്. അടുത്തത് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, 92% ഓഫ് 110 കണ്ടുപിടിക്കണം. 92/100 × 110 ചെയ്യുക. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 101.2 ആണ് കിട്ടും. അപ്പോൾ ആരായിരിക്കും വലിയത്, 101.2 അല്ലേ വലിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായിരിക്കും വലിയതായിട്ട് വരുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യനിൽ 30% ഓഫ് 40 ആണോ 40% ഓഫ് 50 ആണോ വലിയത്. ഇതും ഇതുപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക. 30% ഓഫ് 40 എന്ന് പറയുന്നത് 30 ആണ് എന്നത്. 30/100 × 40. സീറോസ് അങ്ങനെ ക്യാൻസൽ ചെയ്യുക, ഇവിടുത്തെ ക്യാൻസൽ ചെയ്യുക, ഇവിടുത്തെ ക്യാൻസൽ ചെയ്യുക. അപ്പോൾ 30% ഓഫ് 40 എന്ന് പറയുന്നത് 12 ആണ് കിട്ടും. 40% ഓഫ് 50 എന്ന് പറയുന്നത് 20 ആണ് കിട്ടും. 12 ആണോ 20 ആണോ വലിയത്, 20 ആയിരിക്കും വലിയത്. അപ്പം ഇങ്ങോട്ടേക്കാണ് തുറന്നിരിക്കുന്നത്. ഇനി അടുത്തത് 45% ഓഫ് 200 കണ്ടുപിടിക്കാം. അപ്പോൾ 45/100 × 200. രണ്ടിടത്തുനിന്ന് 0 കട്ട് ചെയ്തു. 45 × 2 എന്ന് പറയുമ്പോൾ 90 കിട്ടും. ഇനി 10% ഓഫ് 49 എന്ന് പറയുമ്പോൾ താഴത്തെ 0യും ഈ 10ഉം 2 0യും കട്ട് ചെയ്തു 49 കിട്ടും. അപ്പം 90 ആണോ 49 ആണോ വലിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ 90 ആയിരിക്കും വലിയത്. ഇനി അടുത്തതിൽ 30% ഓഫ് 80 ആണോ 24% ഓഫ് 64 ആണോ വലിയത്. അപ്പോൾ 30% ഓഫ് 80 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യുക. അതിൽ 2 സീറോസ് ക്യാൻസൽ ആവും. താഴത്തെ /100 സീറോസുമായിട്ട് ഇത് കട്ട് ചെയ്തു. അപ്പോൾ 3 × 8 എന്ന് പറയുമ്പം ഇവിടെ നമുക്ക് 24 കിട്ടും. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 15.36 ആണ് കിട്ടുന്നത്. 24 ആണോ 15.36 ആണോ വലിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ 24 ആയിരിക്കും വലിയത്. അപ്പം ഗ്രേറ്റർ സിമ്പിൾ ആയിരിക്കും വന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് വന്നേക്കുന്നത്. 30% ഓഫ് k ഈസ് 70. അങ്ങനെയാണെങ്കിൽ 60% ഓഫ് k എത്രയായിരിക്കും, 90% ഓഫ് k എത്രയായിരിക്കും, അതാണ് ചോദിച്ചേക്കുന്നത്.
ഈ 30% ഓഫ് കെ 70 എന്ന് പറയുമ്പോൾ 30നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് 60 കിട്ടുന്നത്. അപ്പൊ ഇവിടെയും നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 70നെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 70നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 140 എന്ന് കിട്ടും. അപ്പോൾ 60% ഓഫ് കെ എന്ന് പറയുന്നത് എത്രയാന്ന് കിട്ടും? 140 ആണ്. ഇനി അടുത്തത് 30 എങ്ങനെയാണ് 90 ആയെന്ന് നോക്കുക. 30നെ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 90 കിട്ടുന്നത്. അപ്പൊ ഇവിടെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? 3 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് 210 ആണ്. ഇനി അടുത്തത് 120 കണ്ടുപിടിക്കണം. 120 എന്ന് പറയുമ്പോൾ 90%ഉം 30%ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 120% കിട്ടൂലോ. അപ്പൊ നമ്മൾ ഇതുപോലെ തന്നെ ഇതിന്റെ ആൻസേഴ്സ് ആഡ് ചെയ്യാം. 210ന്റെ ആൻസറും 210ഉം അതുപോലെ തന്നെ 70 കൂടി ആഡ് ചെയ്യാം. അപ്പൊ അത് എത്രയാന്ന് കിട്ടും? 280 ആന്ന് കിട്ടും. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യന്റെ അകത്ത് 100% ഓഫ് എം ഈസ് 250. അപ്പൊ 10% ഓഫ് എം എത്രയാണ് വന്നതെന്ന് കണ്ടുപിടിക്കാം. 100% 250 ആണെങ്കിൽ 10% എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ഒരു ഡിജിറ്റ് ബാക്ക്വേർഡ് പോകണം. അപ്പൊ നമുക്ക് എത്രയാന്ന് കിട്ടും? 21.5 ആണ്. ഇനി 1% എന്ന് പറയുമ്പോൾ 10% ഓഫ് എന്ന് പറയുമ്പോൾ 10/100 ആണ് വന്നത്. അപ്പൊ ഇതും ക്യാൻസൽ ചെയ്യുമ്പോൾ 1/10 എന്നാണ് വന്നത്. 1/10 ഇൻറ്റു എം ആണ് വന്നത്. 100% ഓഫ് എം ഈസ് 250. അപ്പൊ 10% ഓഫ് എം എന്ന് പറയുമ്പോൾ ഒരു ഡിജിറ്റ് ബാക്ക്വേർഡ് വരുമ്പോൾ 21.5 ആയിരിക്കും വന്നത്. 1% ഓഫ് എം എന്ന് പറയുമ്പോൾ വീണ്ടും ഒരു ഡിജിറ്റും കൂടി ലെഫ്റ്റിലേക്ക് പോകണം. അപ്പൊ ഇത് എന്തായിട്ട് മാറും? 2.15 എന്ന് പറഞ്ഞു കിട്ടും. അപ്പൊ 1% നമുക്ക് എത്രയാണ് കിട്ടി? 2.1 ആണ് കിട്ടി. അങ്ങനെയാണെങ്കിൽ 6% കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്ത് വെച്ചാൽ മതി? ഇൻറ്റു 6 ചെയ്ത് വെച്ചാൽ പോരെ. 1% 2.15 ആണ്. അപ്പൊ 6% എന്ന് പറയുമ്പോൾ രണ്ട് സൈഡിൽ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2.15നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 12.9 ആണ് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 90% ഓഫ് n എന്ന് പറയുന്നത് 270 ആണ് തന്നിട്ടുണ്ട്. 90% ഓഫ് n is 270. അപ്പൊ 9% ഓഫ് n കണ്ടുപിടിക്കണം. 90% ഓഫ് n 270 ആവുമ്പോൾ ഈ 90 എങ്ങനെയാണ് 9 ആയിട്ട് മാറണേ? 90നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴല്ലേ 9 ആയിട്ട് മാറണേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 270നെയും 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 270നെയും 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാന്ന് കിട്ടും? 27 ആന്ന് കിട്ടും. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഏതാ? 27 ഏതാ? 90% 270 ആണെങ്കിൽ 9% എന്ന് പറയുമ്പോൾ 27. 9 എങ്ങനെ 18 ആവണേ? 9നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 18 ആവുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? 27നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 27നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 54 എന്ന് കിട്ടും. ഇനി അടുത്തത് നോക്കിയേക്കുന്നത് 100% ഓഫ് n. 100% ഓഫ് n എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഈ 100% കണ്ടുപിടിക്കാനായിട്ട് 90% ഓഫ് m എന്ന് പറയണതാണ് 90% ഓഫ് n എന്ന് പറയണതാണ് 270. അപ്പൊ 1% എത്രയാണെന്ന് കണ്ടുപിടിക്കുക. 1% എന്ന് പറയുമ്പോൾ 270 into 100 divided by ഇവിടെ 100% കണ്ടുപിടിക്കാനായിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ 1% ഓഫ് n കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യാം? 270 divided by 90% ചെയ്ത് വെച്ചാൽ മതി. 90%. അപ്പൊ 100% കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? ഈ 90%നെ അപ്പുറം ഇപ്പുറം നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? 100% കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇതും കട്ടായിപ്പോ ഇതും കട്ടായിപ്പോ 27 9 കട്ടാവുമ്പോൾ ഇത് 3 ആയിട്ട് മാറും. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് 300 ആയിട്ട് കിട്ടും. ആദ്യം 90% ഓഫ് n 270 ആന്ന് പറയുമ്പോൾ നമ്മൾ 1%ന്റെ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. 1% എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? രണ്ടിടത്തും നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? 90 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 90% കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ രണ്ടിടത്തും 90 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇത് 270 divided by 90 എന്നായിരിക്കും വന്നത്. 100% കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? ഇൻറ്റു 100 ചെയ്താലും മതി. ഇനി ഇവിടെ അല്ലാതെ വേറൊരു രീതി പറഞ്ഞിരിക്കുന്നത് 90% ഓഫ് n is 210 ആണെങ്കിൽ 10% എന്ന് പറയുമ്പോൾ 2നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ. അപ്പൊ 30 കിട്ടി. ഇനി 10 കൊണ്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും? 100% കിട്ടും. അപ്പൊ 100% ഓഫ് n എന്ന് പറയുന്നത് 300 ആണ് കിട്ടുകയും ചെയ്യും. ഇനി അടുത്ത ക്വസ്റ്റ്യനില്
അവർ പറഞ്ഞിരിക്കുന്നത് ബാക്കിത്തെ രണ്ടെണ്ണം തന്നെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡു യുവർ സെൽഫ്. ഇതിൽ മോളിൽ ചോദിച്ചിരിക്കുന്നത് ബാക്കിത്തെ രണ്ടെണ്ണം കൂടി നമ്മൾ കണ്ടുപിടിക്കാം. മേക്ക് 2 more such questions and challenge your peers. അതിൽ 2 എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഓർമ്മ എങ്ങനെ കൊടുക്കുക. 20% ഓഫ് എം ഈസ് 50. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? 40% ഓഫ് എം എത്രയാണെന്ന് കണ്ടുപിടിക്കാമല്ലോ. അതുപോലെ തന്നെ 80% ഓഫ് എം കണ്ടുപിടിക്കാം. വേണമെങ്കിൽ നമുക്ക് 120% ഓഫ് എം കണ്ടുപിടിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ സെക്കൻഡ് ബിറ്റിൽ ആണെങ്കിൽ നമുക്ക് 25% ഓഫ് എം എന്ന് പറയുന്നത് 60 ആണെന്ന് പറഞ്ഞു കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ 50% എത്രയായിരിക്കും വന്നത്? അതിൻ്റെ ഇരട്ടി ആയിരിക്കും വന്നത്, 120 ആയിരിക്കും വന്നത്. ഇനി നമുക്ക് 75% എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഇനി വേണമെങ്കിൽ 10% എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ 120%, 150% എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഇനി 6th ക്വസ്റ്റ്യൻ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പം ഇതിൻ്റെ അകത്ത് ഗ്രേഡ് 7ൻ്റെയും ഗ്രേഡ് 8ൻ്റെയും 10ൻ്റെയും ഒക്കെ പോർഷൻസ്, ഓരോ ചാപ്റ്ററിൻ്റെ പോർഷൻസ്, എക്സ്ട്രാ ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാ ദിവസവും വീഡിയോ ഇടുന്നുണ്ട്. ക്ലാസ് 7ഉം 8ഉം 9ഉം 10ൻ്റെ എല്ലാത്തിൻ്റെയും വീഡിയോ ഇടുന്നുണ്ട്. എല്ലാവരും അത് വാച്ച് ചെയ്യുക. താങ്ക് യു.